ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുധിയുടെയും ശ്രുതിയുടെയും ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ്. അത് ഗംഭീരമായി തന്നെ ആഘോഷിക്കാനുള്ള പ്ലാനിങ്ങിലാണ് രണ്ടുപേരും. പക്ഷേ സംഗതിയൊക്കെ കൊള്ളാം. ഇതിന് ചെലവാകുന്ന പൈസയെ പറ്റിയിട്ട് ഓർക്കുമ്പോഴാണ് സുധിക്ക് ആകെ ഒരു വെപ്രാളം. കാരണം സച്ചിയെ വലിയൊരു കോടീശ്വരനാക്കിയിട്ടാണല്ലോ ഡീലറുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോ ശ്രുതിക്കൊരു ബുദ്ധി തോന്നി. എടാ സുധി, ഈ സച്ചിക്കും ശ്രീകാന്തിനൊക്കെ നമുക്ക് വാടകക്കൊക്കെ ഒരു കോട്ടെടുത്ത് കൊടുത്താ പോരെ? എനിക്ക് മാത്രം പുതിയൊരെണ്ണം മേടിച്ചു തന്നാ മതിയല്ലോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി അത് സമ്മതിക്കുന്നില്ല. ഏയ്, അതൊന്നും നടക്കുന്ന കാര്യമല്ല. സച്ചി എങ്ങാനും ഇതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പരിസരത്തേക്ക് പോലും വരില്ല എന്ന് ശ്രുതി കട്ടായം പറഞ്ഞു. ആര് വന്നില്ലെങ്കിലും സച്ചി അന്നേരം വരണമെന്ന് ശ്രുതിക്ക് വലിയ നിർബന്ധമായിരുന്നു. അതെന്താ നിനക്ക് സച്ചിയുടെ കാര്യത്തിൽ ഇത്ര നിർബന്ധമെന്ന് ശ്രുതി തിരക്കുമ്പോൾ ശ്രുതി കളം മാറ്റി ചവിട്ടി. അത് പിന്നെ 30-50 കാറുകളുടെ ഓണറാണെന്നല്ലേ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോ സച്ചി ഇല്ലാതെ പറ്റുമോ? അയാൾ അന്വേഷിക്കില്ലേ സ്വന്തം അനിയൻ എവിടെ പോയി എന്ന് ചോദിച്ചാൽ നമ്മൾ പിന്നെ എന്ത് പറയും? സുധിക്കും അത് ശരിയാണെന്ന് തോന്നി. എന്നാ പിന്നെ എല്ലാവർക്കും കടയിൽ നിന്ന് തന്നെ ഡ്രസ്സ് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നാളത്തെ ഈ ഒരു പരിപാടി ഒന്ന് മര്യാദക്ക് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് സുധി പറഞ്ഞു. അങ്ങനെ സുധി ആശ്വസിക്കുന്നുണ്ട്. അങ്ങനെ കാത്തിരുന്ന ആ ഒരു വെഡ്ഡിംഗ് ഡേ വന്നെത്താണ്. ശ്രുതിക്ക് ഇതിനിടയിൽ വേറെ ചില പ്ലാനിങ്ങും കൂടി ഉണ്ടായിരുന്നു. സച്ചിയെ എങ്ങനെയെങ്കിലും ഒന്ന് മദ്യപിച്ച് കിടത്തിയിട്ട് അവന്റെ കയ്യിൽ നിന്നും ആ ഒരു ഫോണങ്ങ് അടിച്ചെടുക്കാനാണ് ശ്രുതി നോക്കുന്നത്. ചടങ്ങ് നടക്കുന്ന സമയത്തിന് രവീന്ദ്രൻ ഹാളിലേക്ക് കയറി വരുമ്പോൾ അവിടുത്തെ ഡെക്കറേഷനും പകിട്ടും കണ്ടു പുള്ളി ആകങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ആരെയും അവിടെ കാണാനില്ലല്ലോ എന്ന് നോക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ ഭാമയും ചന്ദ്രമതിയും കൂടി അങ്ങോട്ടേക്ക് സ്റ്റെപ്പിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നത് കാണുന്നത്. ചന്ദ്രമതിയാണെങ്കിൽ നല്ല ഒന്നാം തരം വേഷമൊക്കെ കെട്ടി അതീവ സുന്ദരിയായിട്ട് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ടാവും. ഭാമ അത് കണ്ടതോടുകൂടി തന്നെ ചന്ദ്രമതിയെ പുകഴ്ത്താൻ തുടങ്ങി. എന്റെ ചന്ദ്രേ, നിന്നെ കണ്ട ഇപ്പൊ ശരിക്കും ഒരു സിനിമാ നടിയെ പോലെയുണ്ട്. രവിയേട്ടൻ നിന്നെ ഈ കോലത്തിലെങ്ങാനും കണ്ട നിന്നെ ഒന്നുകൂടി അങ്ങ് കല്യാണം കഴിക്കും. അങ്ങനെയൊക്കെ കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് വല്ലാത്ത നാണം തോന്നി. അയ്യോ ഷു, ഇവളുടെ ഒരു കാര്യം ഒന്ന് നോക്കിയേ, ഈ പ്രായത്തിലും ഇങ്ങനെ നാണിക്കുന്നോ എന്ന് ഭാമ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. രവീന്ദ്രൻ ചന്ദ്രമതിയെ കണ്ടതോടുകൂടി തന്നെ കണ്ണെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. രവീന്ദ്രൻ നേരെ ചന്ദ്രമതിയുടെ അടുത്തേക്ക് ചെന്ന് കൊടുത്തിനെ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചുറ്റിച്ചിങ്ങനെ നോക്കുകയാണ്. ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എന്താ രവിയേട്ടാ, അമ്പലത്തിൽ പ്രദക്ഷിണം വെക്കുന്നത് പോലെ നിങ്ങൾ എന്തിനാ എന്നെ വലം വെക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം രവീന്ദ്രൻ പറയുന്നുണ്ട്, ഇത് നീ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ നിന്നെ ഒന്നുകൂടി നോക്കിയതാണ് ചന്ദ്രേ. കല്യാണത്തിന് പോലും നീ ഇത്രയൊന്നും ഭംഗിയിലൊന്നും നിന്നെ ഞാൻ കണ്ടിട്ടില്ല. ആളെ തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ലല്ലോ എന്ന് പറയാണ് രവീന്ദ്രൻ. ഭാമയും അത് തന്നെ ഇടപെട്ടു. അവൾ നേരത്തെ മുതൽ ആകെ നാണിച്ചു നിൽക്കുമായിരുന്നു. രവിയേട്ടൻ ഇനി ഇതും കൂടി പറഞ്ഞതോടുകൂടി തന്നെ അതങ്ങ് ഇരട്ടിയായി എന്നൊക്കെ പറയും. ശ്രുതിയാണ് തന്നെ ഇത്രയും സുന്ദരിയാക്കിയത് എന്ന് ചന്ദ്രമതി സന്തോഷത്തോടെ പറയാണ്. അപ്പോഴായിരിക്കും ശ്രുതിയും ശ്രീകാന്തും അങ്ങോട്ടേക്ക് വരുന്നത്. കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ഒരു പ്രത്യേക ഗെറ്റപ്പിലായിരുന്നു ശ്രീകാന്ത്. വർഷയും ചന്ദ്രമതിയെ കണ്ടതോടുകൂടി തന്നെ പുകഴ്ത്തുന്നുണ്ട്. ആന്റി, ആന്റി ഈ ലുക്കിൽ കാണാൻ എന്ത് രസമാണെന്നറിയോ? മേക്കപ്പ് ഏതായാലും കിഡുവായിട്ടുണ്ട്. വർഷയും സുന്ദരിയായിട്ടുണ്ടെന്ന് ചന്ദ്രമതി തിരിച്ചും പറഞ്ഞു. അപ്പോഴാണ് ശ്രീകാന്തിനെ കണ്ട ഈ ഹോട്ടൽ മുതലാളിയാണെന്നേ പറയൂ എന്ന് ചന്ദ്രമതി പറയുമ്പോൾ ശ്രീകാന്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതല്ലേ സുധിയേട്ടൻ എല്ലാവരോടും പറഞ്ഞു വെച്ചിരിക്കുന്നത്. രവീന്ദ്രന് ആണെങ്കിൽ ഇതൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ സച്ചി എവിടെയാണെന്ന് തിരക്കി. ആണെങ്കിൽ ഈ ഒരു കാര്യം അറിയാത്തത് കൊണ്ട് തന്നെ സച്ചി എവിടെയാണ് എന്നൊക്കെ തിരക്കുന്നുണ്ട്. എന്നാൽ ചന്ദ്രമതിക്ക് സച്ചിയുടെ കാര്യം കേൾക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അത് കേൾക്കാതെ അങ്ങനെ നിൽക്കുമായിരിക്കും. ഇതേ സമയത്തിന് ശ്രുതിയോട് മീര പറയുന്നുണ്ട്, എടി ഇന്നെങ്കിലും നിനക്ക് ആ ഒരു ഫോൺ കൈക്കലാക്കാൻ പറ്റുമോ? എല്ലാവർക്കും മേക്കപ്പും ഡ്രസ്സും ഒക്കെ നീ എടുത്തു കൊടുത്തത് നിന്റെ ഭർത്താവിന്റെ ഒരുപാടധികം കാശ് നീ കളഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഇനി വെറുതെ ആവുമോ എന്ന് മീര ചോദിക്കുമ്പോൾ ശ്രുതിക്ക് ഭയങ്കര ആത്മവിശ്വാസമുണ്ടെന്ന് പറയും. മീരെ, ഇതാണ് എൻ്റെ ലാസ്റ്റ് ചാൻസ്. എൻ്റെ പ്രതീക്ഷ ഇനി ഒരിക്കലും തെറ്റില്ല. നീ വാ എന്ന് പറഞ്ഞ് ശ്രുതി മീരയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്നും പോവാണ്. പുറത്ത് ആ ഒരു വലിയ ഫ്ലെക്സ് ഒക്കെ നോക്കി നിൽക്കുന്ന ശ്രുതിയുടെ അടുത്തേക്ക് ശ്രുതി എത്തുമ്പോൾ ശ്രുതി ആകെങ്ങനെ ഷോക്കേറ്റതുപോലെ ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ശ്രുതി, നീ ശരിക്കും ഇപ്പൊ നിന്നെ കാണാൻ ഒരു ഏഞ്ചലിനെ പോലെയുണ്ട്. നിന്നെ കഴിഞ്ഞേ ഉള്ളൂ ഈ പാർട്ടിയിൽ വേറെ ആരുമെന്ന് ശ്രുതി അവളെ വല്ലാതെ അങ്ങ് പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. രണ്ടാളും കൂടി സ്റ്റൈലിൽ പാർട്ടി ഹാളിലേക്ക് കയറി വരുമ്പോൾ എല്ലാവരും കൈയടിച്ച് സ്വാഗതം ചെയ്തു. ചന്ദ്രമതിയുടെ മുഖത്ത് വലിയ സന്തോഷം തന്നെയായിരുന്നു. എല്ലാവരോടും നന്ദിയൊക്കെ പറഞ്ഞ് ശ്രുതി ശ്രീകാന്തിനോട് എല്ലാം റെഡിയായില്ലേ എന്ന് ചോദിക്കും. അപ്പോഴാണ് രവീന്ദ്രൻ ചോദിക്കുന്നത്, എല്ലാവരെയും വന്നിട്ടും സച്ചിയും രേവതിയും മാത്രം കാണുന്നില്ലല്ലോ എന്ന്. അന്നേരം ചന്ദ്രമതിക്കൊരു പുച്ഛമായിരിക്കും. അവർക്ക് ഇങ്ങനെയുള്ള സ്ഥലത്ത് വരാനൊക്കെ നാണക്കേട് തോന്നിക്കാണും. പകുതി വഴിക്ക് വന്നിട്ട് അവർ തിരിച്ചു പോയിട്ടുണ്ടാവുമെന്നൊക്കെ പറയാണ് ചന്ദ്ര. അവർക്ക് ഇതിനുള്ള യോഗ്യതയുണ്ടോ? ജീവിതത്തിൽ ഇങ്ങനൊരു പരിപാടിക്ക് അവർ പോയിട്ട് പോലും ഉണ്ടാവില്ല. ഇവരെ നോക്കി ശരിക്കുമുള്ള കോടീശ്വരന്മാരുടെ ലുക്കില്ലേ ഇവര്? സച്ചിയും രേവതിയും ഈ കൂട്ടത്തിൽ വന്നു നിന്ന പഴങ്കഞ്ഞിയും മുളകുപോലെ ഇരിക്കുമെന്നൊക്കെ പറയും.
രവീന്ദ്രൻ അത് വിളക്കിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഒന്നും മിണ്ടാതിരിക്ക് ചന്ദ്രേ. അവരൊരിക്കലും നാണക്കേട് ഭയന്ന് ഓടിപ്പോകില്ല. എന്തായാലും അവരിങ്ങോട്ടേക്ക് വരും. അപ്പോഴായിരിക്കും പെട്ടെന്ന് സച്ചിയുടെയും രേവതിയുടെയും മാസ് എൻട്രി. സദസ്സിലെ ആരെക്കാളും വലിയ കോടീശ്വരൻ ലുക്കിൽ തന്നെയായിരിക്കും രണ്ടാളും അങ്ങോട്ടേക്ക് ഒരുങ്ങിക്കയറി വരുന്നത്. രണ്ടുപേരും നല്ല ചേർച്ചയുണ്ടായിരിക്കും. നിന്റെ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് സച്ചി രേവതിയോട് ചോദിക്കുന്നത് മീരയുടെ കണ്ണിലുടക്കി. രവീന്ദ്രൻ സന്തോഷിച്ചു നിൽക്കുമ്പോൾ ചന്ദ്രമതി ആകെ അന്തം വിട്ടു പോവാണ്. ഭാമ ഉടനെ തന്നെ ചന്ദ്രമതിയെ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, നീ പറഞ്ഞത് അവർക്ക് യോഗ്യതയില്ല എന്നല്ലേ? ഇപ്പൊ നോക്കിക്കേ, ഒരു സിനിമാ നടന് നടിയെ പോലെ ഉണ്ട് അവർ രണ്ടുപേരും വരുന്നത് കാണാൻ. രവീന്ദ്രൻ സച്ചിയെ വിളിച്ച് വിശേഷങ്ങളൊക്കെ തിരക്കി. സച്ചി ഉടനെ തന്നെ ചന്ദ്രമതിയെയും രവീന്ദ്രനെയും കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, അച്ഛനും അമ്മയും കൂടി ഒരു ഡ്യൂവറ്റ് പാട്ട് പാടിയിട്ട് ഡാൻസ് കളിക്കൂ എന്നൊക്കെ. അത് പറഞ്ഞപ്പോൾ രവീന്ദ്രനും ശരിക്കും അങ്ങ് നാണം വന്നു. ഫാമിലി ഒന്നിച്ചു നിൽക്കുന്നത് കണ്ട് ഭാമക്കും ഒരുപാട് സന്തോഷമായിരുന്നു. ഇടയ്ക്ക് സച്ചി രവീന്ദ്രനെ മാറ്റി നിർത്തി ചോദിക്കുന്നുണ്ട്, അച്ഛാ, ഈ കോട്ടിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ചൊറിഞ്ഞാ പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ. എന്റെ മുതുക് ആകെ ചൊറിയുന്നു. രവീന്ദ്രൻ അവനെ കളിയാക്കി വിട്ടു. സച്ചി രേവതിയെ വിളിച്ച് തന്റെ മുതുകൊന്ന് ചൊറിഞ്ഞു തരാനൊക്കെ പറയും. സച്ചിയേട്ടാ, എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ എങ്ങനെയാ ചൊറിയുന്നത് എന്ന് രേവതി ചോദിക്കുമ്പോൾ സച്ചിക്ക് ആകെ സങ്കടമായിരുന്നു. ഷോ, ഈ കോട്ട് ഭയങ്കര ടൈറ്റാണ്, കൈ അങ്ങോട്ടേക്ക് എത്തുന്നില്ല, നീ ഒന്ന് സഹായിക്ക്. വലിയ ബിസിനസ്സുകാരൊക്കെ ഇതിട്ടിട്ട് എങ്ങനെ നടക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സച്ചി വല്ലാതെ അത്ഭുതപ്പെടുകയാണ്. മീര ശ്രുതിയോട് പറയുന്നുണ്ട്, നീ എല്ലാവരെയും നല്ല രീതിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് എല്ലാവരെയും ചേർത്ത് വെച്ച് ഒരു പരസ്യമൊക്കെ കൊടുത്താലോ? ശ്രുതിക്ക് ഇതൊന്നും തന്നെ കേൾക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. അവളുടെ കണ്ണ് സച്ചിയുടെ ഫോണിലേക്ക് മാത്രമായിരിക്കും. സച്ചി ഫോണും കയ്യിൽ വെച്ച് രേവതിയുടെ ഫോട്ടോ എടുത്ത് മതിയാവാതെ അങ്ങനെ നിൽക്കുകയാണ്. അച്ചമ്മക്ക് ഈ വേഷത്തിൽ കാണാൻ പറ്റിയില്ലല്ലോ എന്നും രേവതിയുടെ വീട്ടുകാരെ വിളിക്കാതിരുന്നത് അമ്മ അവരെ മുൻപ് അപമാനിച്ചിട്ടുള്ളത് കൊണ്ടല്ലേ എന്നും അവരെങ്ങനെ സങ്കടത്തോട് സംസാരിക്കുന്നുണ്ട്. എന്നാലും നമുക്കൊരു സെൽഫി എടുത്തിട്ട് അവർക്കൊക്കെ അയച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് സച്ചി തീരുമാനിക്കും. അപ്പോഴാണ് കമ്പനി ഓണർ അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രുതി അയാളെ സ്വാഗതം ചെയ്യാൻ പോകുമ്പോൾ സച്ചിയുടെ കയ്യിൽ തട്ടി ആ ഫോൺ അങ്ങ് താഴേക്ക് വീണു. മീരയും ശ്രുതിയും പേടിച്ച് ഓടി വന്നു. എന്താടാ, നിനക്ക് കണ്ടുകൂടെടാ എന്നൊക്കെ ചോദിച്ച് സച്ചി ദേഷ്യപ്പെടുമ്പോൾ ശ്രുതി അയാളെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. ശ്രുതി ഫോൺ വാങ്ങി ഫോട്ടോ എടുക്കാമെന്നും പറഞ്ഞിട്ടും സച്ചി സമ്മതിക്കുന്നില്ല. മീര സച്ചിയുടെയും രേവതിയുടെയും സ്നേഹം കണ്ട് കുറെ അധികം പുകഴ്ത്തി സംസാരിക്കുന്നത് ശ്രുതി കൊട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. പിന്നീട് ശ്രുതി ആ ഒരു കമ്പനി ഓണറെ പരിചയപ്പെടുത്തുകയാണ്. ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും നേട്ടങ്ങൾ കൈവരിച്ച ശ്രുതിയെ അയാൾ ഒരുപാടധികം അഭിനന്ദിച്ചു. കമ്പനി തുടങ്ങി 100 ദിവസം തികയുന്നതിന്റെ സെലിബ്രേഷൻ കൂടിയാണെന്ന് ശ്രുതി പറയുമ്പോൾ അയാൾക്ക് വലിയ മതിപ്പായിരുന്നു. വിദ്യാഭ്യാസം മാത്രമല്ല ബിസിനസ്സിൽ വേണ്ടത് സ്കില്ലും ഹാർഡ് വർക്കും തന്നെയാണെന്ന് അയാൾ ഉപദേശിച്ചു. ശ്രുതി അയാളെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തു. രവീന്ദ്രനെ കാണിച്ചപ്പോൾ നിങ്ങൾ 3 മക്കളും വലിയ ബിസിനസ്സുകാരാണല്ലേ എന്ന് അയാൾ പറഞ്ഞത് കേട്ട് രവീന്ദ്രൻ അങ്ങ് അത്ഭുതപ്പെട്ടു. കള്ളം പുറത്താകുമെന്ന് പേടിച്ച് ശ്രുതി വേഗം തന്നെ അച്ഛനെ അവിടെ നിന്നും മാറ്റിയാണ്. ചന്ദ്രയെ ഭരതനാട്യം അക്കാദമി നടത്തുന്ന ആന്റിയാണെന്നാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അത് കേട്ട് ചന്ദ്രമതിയും ഭാമയും പരസ്പരം നോക്കിയിട്ട് ഭയങ്കര അഭിമാനത്തോടെ ചിരിക്കുന്നുണ്ട്. ഒടുവിൽ അയാളെ സച്ചിയെ കാണണമെന്ന് പറഞ്ഞു. സച്ചി അടുത്തേക്ക് വിളിപ്പിച്ചു. സച്ചിക്ക് ഇംഗ്ലീഷ് ഒന്നും വലിയ വശമില്ലായെങ്കിലും ശ്രുതി പറഞ്ഞതുപോലെ തന്നെ തലയാട്ടിക്കൊണ്ട് തന്നെ നിന്നു. 50 കാറുകളുടെ ഓണറാണോ എന്ന് അയാൾ ചോദിച്ചപ്പോൾ സച്ചി അങ്ങോട്ടേക്ക് തള്ളിവിട്ടു. ഈ വർഷം 30 കാറ് കൂടി മേടിക്കണം. അടുത്ത വർഷം ഇന്ത്യ മുഴുവൻ ബ്രാഞ്ചുകൾ തുടങ്ങും. രേവതിയും ശ്രുതിയും ഇത് കേട്ടിങ്ങനെ വാ പൊളിച്ച് നിൽക്കുകയാണ്. താൻ ജപ്പാനിൽ പോയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതേയുള്ളൂ, നാട്ടിൽ നിൽക്കുന്നതൊക്കെ വളരെ കുറവാണ് എന്നൊക്കെ സച്ചി വീമ്പിളക്കുമ്പോൾ ആ മുതലാളി അതെല്ലാം തന്നെ വിശ്വസിച്ചിങ്ങനെ ഇരിക്കുകയാണ്. രേവതിയെയും തന്റെ ബിസിനസ് പാർട്ട്ണറാക്കി പരിചയപ്പെടുത്തുന്നുണ്ട് സച്ചി. സച്ചിയുടെയും രേവതിയുടെയും ഈ ഒരു പുതിയ ബിസിനസ് മാഗ്നറ്റ് വേഷപ്പകർച്ച കണ്ടു നിൽക്കുന്ന ശ്രുതിക്കും സുതിക്കും ശ്വാസം നേരെ വീണത് ആ മുതലാളി സച്ചിയുടെ തള്ളൽ കേട്ടങ്ങ് വീണു എന്ന് കണ്ടപ്പോഴാണ്. സച്ചി വിടുന്നില്ല. അയാൾ തോളിൽ തട്ടി അഭിനന്ദിക്കുമ്പോൾ സച്ചി പതുക്കെ രേവതിയെ ചേർത്ത് പിടിച്ച് പറഞ്ഞു, ഈ വർഷം ഒരു 30 കാറുകൾ കൂടി ലോഞ്ച് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ആലോചിക്കുകയാണ്. ജപ്പാനിലെ ഡീലേഴ്സിനൊക്കെ ഒടുക്കത്തെ നിർബന്ധം. അവരോട് നോ പറയാനൊന്നും പറ്റില്ലല്ലോ സാറേ. രേവതി സച്ചിയുടെ കയ്യിലൊന്ന് പതുക്കെ നുള്ളുന്നുണ്ടെങ്കിലും സച്ചി അതൊന്നും തന്നെ വകവെക്കാതെ ഇംഗ്ലീഷ് വാക്കുകൾ കടുപ്പിച്ചുകൊണ്ട് തന്നെ തന്റെ തള്ളലങ്ങ് തുടർന്നു. ഹാളിന്റെ ഒരു മൂലയിൽ നിന്നുകൊണ്ട് തന്നെ ഇതെല്ലാം വീക്ഷിക്കുന്ന ചന്ദ്രമതിയും ഭാമയും സച്ചിയുടെയും രേവതിയുടെയും ആത്മവിശ്വാസം കണ്ട് ശരിക്കും അങ്ങ് ഞെട്ടിപ്പോയി. ചന്ദ്രമതി പതിയെ ഭാമയുടെ ചെവിയിലൊതി. എടി, ഇവൻ ഈ പറയുന്നതൊക്കെ കേട്ടുകഴിഞ്ഞാൽ ശരിക്കും ഇവൻ ഏതോ വലിയ കിലോസ്കർ ആണെന്നേ തോന്നൂ. ഇവൻ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയോ ഇത്രയുമൊക്കെ തൊലിക്കട്ടി. അപ്പോഴേക്കും മുതലാളി എല്ലാവരെയും സ്റ്റേജിലേക്ക് വിളിപ്പിച്ചു. വെഡ്ഡിംഗ് ആനിവേഴ്സറിയുടെ കേക്ക് കട്ടിംഗ് ആണ് അടുത്ത ചടങ്ങ്. ശ്രുതിയും ശ്രുതിയും കേക്ക് മുറിക്കാൻ തയ്യാറെടുക്കുമ്പോൾ ശ്രുതിയുടെ കണ്ണ് സച്ചിയുടെ കോട്ടിന്റെ ആ ഒരു പോക്കറ്റിനകത്ത് ഫോണിലേക്കായിരുന്നു. എങ്ങനെയെങ്കിലും ആ ഫോണൊന്ന് കൈക്കലാക്കാൻ വേണ്ടിയിട്ട് അവൾ മീരക്ക് കണ്ണുകൊണ്ട് സിഗ്നൽ കൊടുത്തു.
കേക്ക് മുറിച്ചു കഴിഞ്ഞതും സച്ചി ആവേശത്തോടു കൂടി തന്നെ എല്ലാവർക്കും കേക്ക് വാരി കൊടുക്കാൻ തുടങ്ങി. ആ ബഹളത്തിനിടയിൽ മീന മനഃപൂർവ്വം തന്നെ സച്ചിയുടെ മേലേക്ക് അങ്ങ് തട്ടി. സച്ചി ബാലൻസ് തെറ്റി വീഴാൻ പോകുമ്പോഴേക്കും രേവതി അവനെ താങ്ങി പിടിച്ചു. പക്ഷേ ആ തക്കത്തിന് തന്നെ മീര സച്ചിയുടെ പോക്കറ്റിൽ നിന്നും കൈയിട്ടു. എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ അത്ര എളുപ്പമൊന്നുമായിരുന്നില്ല കാര്യങ്ങൾ. സച്ചി പെട്ടെന്ന് തന്നെ തിരിഞ്ഞതും മീരയുടെ കൈ സച്ചിയുടെ കോട്ടിലങ്ങ് കുടുങ്ങിപ്പോയി. സച്ചി സംശയത്തോടെ തന്നെ മീരയെ നോക്കി. എന്താ മീരെ, എന്റെ പോക്കറ്റിൽ വല്ല കേക്കും ഇരിക്കുന്നുണ്ടോ എന്ന് നീ നോക്കിയതാണോ എന്ന് ചോദിച്ചപ്പോൾ മീര ആകങ്ങ് വിയർത്തുപോയി. അതല്ല സച്ചിയേട്ടാ, ഒരു ഉറുമ്പ് നിങ്ങളുടെ കോട്ടിൽ കയറുന്നത് ഞാൻ കണ്ടു. അത് കളയാൻ നോക്കിയതാണെന്ന് മീര കള്ളം പറഞ്ഞ് അവിടെ നിന്നങ്ങ് അങ്ങനെ ആ ചടങ്ങ് അവസാനിക്കാറായപ്പോൾ ആ മുതലാളി വിളിച്ച് സുധിയെ അടുത്തേക്ക് വിളിപ്പിച്ചു. സുധി, നിങ്ങളുടെ ഫാമിലി എന്നെ ശരിക്കും അങ്ങ് അത്ഭുതപ്പെടുത്തി. പ്രത്യേകിച്ച് സച്ചി, അവന്റെ ആ ഒരു വിഷൻ, അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അടുത്ത മാസം നമ്മുടെ പുതിയ പ്രോജക്റ്റിന്റെ സൈറ്റ് വിസിറ്റിങ്ങിന് സച്ചിയെയും കൂട്ടി ജപ്പാനിലേക്ക് കൊണ്ടുപോകണമെന്ന് ഞാൻ കരുതുന്നു. ഇത് കേട്ടപ്പോൾ സുധിയുടെയും സച്ചിയുടെയും കിളി പോയി. ജപ്പാനോ? ഇത്രയും വലിയ തള്ളൽ വിടുമ്പോൾ ഇതിങ്ങനൊരു പാരയായി വരുമെന്ന് സച്ചി സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. സച്ചി പതുക്കെ രേവതിയുടെ ചെവിയിൽ പറഞ്ഞു. എടി രേവതി, ഇന്ത്യ മുഴുവൻ ബ്രാഞ്ച് തുടങ്ങണമെന്ന് പറഞ്ഞു പോട്ടെ, ഈ ജപ്പാന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇത്രയും വലിയ പണി കിട്ടുമെന്നൊന്നും ഞാൻ കരുതിയില്ല. ഇനിയിപ്പോ എങ്ങനെ ഇതിൽ നിന്നും വഴുതി മാറും? അന്നേരം രേവതി ഒരു കള്ളച്ചിരിയോടുകൂടെ പറയുന്നുണ്ട്. അതിന് സച്ചിയേട്ടൻ ജപ്പാനിൽ പോയി വന്നതല്ലേ ഉള്ളൂ. ഇനിയിപ്പോ ഒരു പ്രാവശ്യം കൂടി പോകുന്നതിൽ എന്താ കുഴപ്പം? സച്ചി ആകെ കുഴപ്പത്തിലാവുന്ന ആ ഒരു മുഖഭാവം കണ്ടുകൊണ്ട് തന്നെ ചെമ്പനീർ പൂവിന്റെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് നല്ല സൂപ്പർ ത്രില്ലിംഗ് ആയിട്ടുള്ള ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡുകളൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.